ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം വ്യൂസ് ടെക് നിസാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. സോ നല്ല വാച്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സോ ഡിസ്കോഡ് ട്രോൾസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഗൈസ് ആ ഒരു വീഡിയോ, അതായത് ഡിസ്കോഡിൽ ട്രോൾസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാവരും ഒന്നും കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു ബെൽ നോട്ടിഫിക്കേഷൻസ് നോൾ സെറ്റ് വെക്കുക. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഐഫോൺ ആയില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഐഫോൺ ക്യാമറ നമ്മളിങ്ങനെ ആൻഡ്രോയിഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആപ്പിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഓഡിയോ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറേ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ഓരോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെഡ്ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ടും കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, കുറേ അധികം ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ, വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറേ അധികം ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നല്ല ക്ലിയർ വിഷനായിട്ടുള്ള എഡിറ്റ് ചെയ്തതുപോലെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലൈക്ക് ഐഫോൺ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും, ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്കിവിടെ ഓഡിയോയുടെ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് ഓഡിയോക്കും നിങ്ങൾക്ക് ഗ്രാഫ് ഉണ്ട്. സോ മെനി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓരോ മോഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ നിങ്ങൾക്ക് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നല്ല അത്യാവശ്യം ക്ലിയറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ കിടിലൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് സിനിമ FV5 എന്നാണ്. സോ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത്. സോ ഫ്രണ്ട് ക്യാമറയിൽ ഈ ഒരു ക്ലിയർ ആണ് ഉണ്ടാവുക. സോ അത് നിങ്ങൾക്ക് ഫോണിന് അനുസരിച്ചാണ് കേട്ടോ ഉണ്ടാവുക. എന്തായാലും ഈ ഒരു ആപ്പിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ സിനിമ FV5 എന്ന ആപ്പിൻ്റെ വിശേഷങ്ങൾ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആപ്പിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായ ഒരു ആപ്പായിരിക്കും, കുറേ പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. സോ നെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം ഓപ്പൺ ക്യാമറ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ഓപ്പൺ ക്യാമറ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമുക്ക് ആ ഒരു ആപ്പ് ലഭിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ആ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആവും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. സോ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയായിരിക്കും. സോ ഇതിലും കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി ഇതിൽ കുറച്ച് ഹിഡൻ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, നിങ്ങളാരും കാണാതെ പോയ സെറ്റിങ്സ് ആയിരിക്കും. സോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പെർമിഷൻസ് കാര്യങ്ങൾ ചോദിക്കും, ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിനിമ FV5 നിങ്ങൾക്ക് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു മെയിൻ ക്യാം വരുന്നത്. സോ നമുക്കിവിടെ മുകളിലായിട്ട് കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ഓരോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഈ ഒരു ക്യാമറ, ഈ ഒരു ഇൻ്റർഫേസിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് സെറ്റിങ്സ് ആണുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് സെറ്റിങ്സിലെ ഓപ്ഷൻസ് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഓട്ടോ ലെവലുണ്ട്, ഓട്ടോ ഫോക്കസിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് സെറ്റിങ്സിൻ്റെ ഭാഗമാണ്. ഇത്രയധികം സെറ്റിങ്സ് ഉണ്ട് ഗൈസ്. സോ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. സോ നിങ്ങൾക്കിതാ ഈ ഒരു ഫേസ് ഡിറ്റക്ഷൻ, അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഒരു ഓട്ടോ ഫേസിങ്ങിൻ്റെ ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് ക്യാമറയുടെ ഓപ്ഷൻ, വീഡിയോയുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷൻസൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് തന്നാൽ കുറേ അധികം ഓപ്ഷൻസ് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു രണ്ട് ആപ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 10 MB വരെയുള്ളൂ ഗൈസ്. രണ്ട് ആപ്പിൻ്റെയും കൂടി സൈസ് എന്ന് പറയുന്നത്, അതായത് സിനിമ FV5ൻ്റെയും അതുപോലെ തന്നെ ഓപ്പൺ ക്യാമറ എന്ന ഒരു ആപ്പിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഒരു 10 MB അടുത്തേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ 2 ആപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇതിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ
ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലം ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും പുതിയ ഒരുപാട് വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താൻ പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ നിസാം സൈനിങ് ഔട്ട്. Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue